ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടേബിൾ ടോപ്പാണ്. ഇത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ ഫൈബർ വെച്ചിട്ടാണ്. ഈ കാർബൺ ഫൈബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ഫ്ലൈറ്റുകൾ അതുപോലെ തന്നെ സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കാർബൺ ഫൈബർ. കാർബൺ ഫൈബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റനേഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ കൗച്ച് ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ചില സെൻറ്റേഴ്സിൽ ക്യാൻസർ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള CT സിമുലേറ്റർ കാണില്ല. പക്ഷെ നമ്മൾ CT സിമുലേഷൻ ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് CT സ്കാനറിലോ അല്ലെങ്കിൽ പെറ്റ് സ്കാനിലോ ആയിരിക്കും. ഇപ്പം ഞാനുള്ളത് പെറ്റ് സ്കാനിലാണുള്ളത്. സീമെൻസിൻ്റെ ബയോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റ് സ്കാനാണ് നമ്മളിവിടെ CT സിമുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ അറിയാം, ഇത് കർവ്ഡ് ആയിട്ടുള്ള സർഫേസ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ലീനിയർ ആക്സിലേറ്റർ ആകട്ടെ, ടോമോതെറാപ്പി ആകട്ടെ, സൈബർ നൈഫ് ആകട്ടെ, ഏത് ടെലിതെറാപ്പി മെഷീൻസിൻ്റെയും കൗച്ച് ഫ്ലാറ്റ് ആയിരിക്കും, അതൊരിക്കലും കർവ്ഡ് അല്ല. അപ്പം നമുക്ക് റീപ്രൊഡ്യൂസിബിലിറ്റിയിൽ പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ഈ കർവ്ഡ് സർഫേസിലാണ് നമ്മൾ CT സിമുലേഷൻ ചെയ്യുന്നുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ് നമ്മുടെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം ജസ്റ്റ് എടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ടേബിളിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ ടോപ്പിനെ ഈ മെഷീനുമായിട്ട് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ പയ്യെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ ലോക്ക് കറക്റ്റായിട്ട് ഈ മെഷീനിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടി ഉണ്ട്. ആ ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് കയറത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക. പൊസിഷൻ ഇവിടെ കറക്റ്റ് ചെയ്യുക, ക്ലിക്ക്. നിങ്ങൾക്കൊരു ലോക്കിംഗ് സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ടേബിള് CT സിമുലേഷന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പം ടേബിള് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സെയിം വേ തന്നെ ഇവിടെ എങ്ങനെയാണോ സിമുലേഷൻ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഡ്യൂ ടു ദ ഫ്ലാറ്റ്നസ് ഓഫ് ദിസ് കൗച്ച്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻഡെക്സിങ് ബാറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഇമ്മൊബിലൈസേഷൻ ഡിവൈസ് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഇത് റിമൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. വൺസ് ഇത് ഫിക്സ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. ഇനി ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലോക്കിൽ നിന്ന് ഇതിൻ്റെ പാർട്ട് സെപ്പറേറ്റ് ആകുകയും നമുക്കിത് സെപ്പറേറ്റ് ആയി കിട്ടുകയും ചെയ്യും. നമ്മുടെ യൂസേജ് കഴിഞ്ഞതിന് ശേഷം ഈ ടേബിൾ ടോപ്പ് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മെഷീൻ നമ്മുടെ പെറ്റ് CT ടെക്നോളജിസ്റ്റിനോ അല്ലെങ്കിൽ റേഡിയോളജിയിലാണ് നമ്മൾ CT സ്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ റേഡിയോഗ്രാഫേഴ്സിനോ അവരുടെ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ടേബിൾ ടോപ്പ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഏതൊരു CT മെഷീൻസിനെയും CT അല്ലെങ്കിൽ പെറ്റ് CT മെഷീൻസിനെയും നമുക്ക് ഈസി ആയിട്ട് ഒരു ടേബിൾ ടോപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിമുലേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത്.